മുഅ്മിനീങ്ങളെ, ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്തുൽ ഗാശിയയാണ് പറഞ്ഞു തീർന്നത്. സൂറത്തുൽ ബലദ് എന്ന് പറയുന്ന ചെറിയൊരു സൂറത്താണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. സൂറത്തുൽ ബലദ് മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ വിഷയങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു മഹത്തായ സൂറത്താണ് സൂറത്തുൽ ബലദ് എന്ന് പറയുന്നത്. ബലദ് എന്ന് പറഞ്ഞാൽ നാട് എന്നാണ് അറബി പദത്തിന്റെ അർത്ഥം. ബലദ് എന്ന് പറഞ്ഞാൽ നാട്, ഒരു പ്രദേശം, നാട് എന്നുള്ളതിന് ബലദ് എന്നാണ് അറബിയിൽ പറയാം. ഈ സൂറത്ത് വിശുദ്ധമായ മക്കയിൽ അവതരിച്ച സൂറത്താണ്. 20 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 80 കലിമത്തുകളാണ്, 236 ഹറഫുകൾ അടങ്ങിയിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ബലദ് എന്ന് പറഞ്ഞ സൂറത്ത്. ഇതിന്റെ മുമ്പ് പറഞ്ഞ സൂറത്ത് സൂറത്തുൽ ഫജ്റാണ്. നമ്മൾ മുമ്പ് വിശദീകരിച്ച സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അല്ലാഹു തആല മനുഷ്യർക്ക് ഒരുപാട് പരീക്ഷണങ്ങളെ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികളെ നശിപ്പിച്ചു കളഞ്ഞ ചരിത്രങ്ങളെ ഒക്കെ അയവിറക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തിന് ശേഷമാണ് സൂറത്തുൽ ബലദ് എന്ന് പറഞ്ഞ സൂറത്ത് ഖുർആനിൽ ഓർഡർ പ്രകാരം കൊണ്ടുവന്നത്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ഇറങ്ങിയ സംഭവങ്ങളെ ഫജ്റിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ സൂറത്തിൽ അള്ളാഹു മനുഷ്യർക്കുള്ള പരീക്ഷണങ്ങളെ, മൊത്തത്തിൽ മനുഷ്യരുടെ ജീവിതം ക്ലേശപരമായൊരു ജീവിതം, ഇവിടെ ഈ ദുന്യാവിലെ ജീവിതം, ആഖിറത്തിലേക്കും ഉള്ള പടികൾ ദുന്യാവിന്റെ റിസൾട്ട് ആയിരിക്കും. അപ്പൊ മൊത്തത്തിൽ മനുഷ്യൻ ഒരുപാട് ബുദ്ധിമുട്ടുകളെ സഹിക്കേണ്ട ലോകാണിത്. ഒരു ഇബ്തില, അള്ളാഹു പരീക്ഷണത്തിന്റെ ലോകമായിട്ടാണല്ലോ. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറഞ്ഞില്ലേ, അയ്യുക്കും അഹ്സനു അമല, അല്ലെ, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് നല്ല സൽക്കർമ്മി എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല ഈ ദുനിയാവിലേക്ക് മനുഷ്യനെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളതെന്നാ. അപ്പൊ നേരത്തെ കഴിഞ്ഞുപോയ സൂറത്തിനോട് ഒരു ബന്ധമുണ്ട്. പരീക്ഷണങ്ങളെ, മനുഷ്യരുടെ പരീക്ഷണങ്ങളെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂറത്ത് കൂടെയാണ് സൂറത്തുൽ ബലദ് എന്ന് പറയുന്ന സൂറത്ത്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു ഒരു മഹത്തായ നാടിനെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. 3 വിഷയങ്ങളിൽ അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. ഒന്നാമതായി മക്ക എന്ന പ്രദേശത്തെയാണ് അള്ളാഹു സത്യം ചെയ്തത്. അതുകൊണ്ടാണ് ബലദ് എന്ന് ഈ സൂറത്തിന് പേര് വരാനുള്ള കാരണവും അത് തന്നെയാണ്. ആദ്യത്തെ ആയത്തിൽ തന്നെ അള്ളാഹു ബലദ്, നാടിനെ കുറിച്ച്, മക്കയെ കുറിച്ച് സത്യം ചെയ്തതുകൊണ്ടാണ്. 3 വിഷയങ്ങളെയാണ് അള്ളാഹു പ്രധാനമായി ഇതിൽ സത്യം ചെയ്തത്. ഒന്നാമത്തേത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞപ്പോൾ ആ ബലദ്, മക്കയെ കുറിച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി അള്ളാഹു സത്യം ചെയ്യുന്നത് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്, വവാലിദിൻ വമാ വലദ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ സന്താന പരമ്പര, ഇതിനെയും ഈ 3 സംഭവങ്ങളെ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇത് വളരെ പ്രധാനമുള്ളതാണ്, ഈ 3 സംഭവങ്ങളും. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി അള്ളാഹു മക്കയെ കുറിച്ചാണ് സത്യം ചെയ്തത്. എന്താണ് അള്ളാഹു അങ്ങനെ മക്കയെ കുറിച്ച് സത്യം ചെയ്യാനുള്ള കാരണം? ഫലിഅന്നല്ലാഹ തആല ജഅലഹു ഹറമൻ ആമിനൻ വജഅല ബൈതഹു മസാബത്തൻ ലിന്നാസ്. അള്ളാഹു തആല മക്ക എന്ന ആ പ്രദേശം, ഹറം എന്ന പ്രദേശം, ആമിനൻ, അത് ജനങ്ങൾക്ക് നിർഭയത്വം നൽകുന്ന ഒരു ഇടമാണ്, ജനങ്ങളുടെ അഭയകേന്ദ്രമാണ് മനുഷ്യരുടെ. അതുകൊണ്ട് ആ നാട്
ഹറം എന്ന് പറയുന്ന മക്ക എന്ന ആ പ്രദേശം വലിയ പവിത്രത നിറഞ്ഞ നാടാണ്. അതുകൊണ്ടാണ് അള്ളാഹു മക്കയെ സത്യം ചെയ്ത്, മക്ക എന്ന നാടിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്. മാത്രമല്ല ദുനിയാവിലെ എല്ലാ മനുഷ്യരുടെയും ഖിബില അവിടെയാണ് അല്ലെ. ഏത് ദുനിയാവിന്റെ ഏത് ഭാഗത്തും, കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല കഅബ, ദുനിയാവിൽ എവിടെ മനുഷ്യരുണ്ടോ അവർക്ക് എല്ലാവർക്കും അവരെവിടെ നിന്ന് തിരിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങോട്ടാ തിരിയേണ്ടത്? കഅബാലയത്തിലേക്കാണ്. മക്ക എവിടെയാണ് എന്നാ നോക്കുക. അമേരിക്കയിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ഇന്ത്യയിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആഫ്രിക്കയിൽ നിന്ന് നിസ്കരിക്കുന്ന മനുഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒന്നുമല്ല. അയാൾ ഇവിടെ ഭൂമിയൊന്നും ടച്ച് ചെയ്യാതെ എവിടെയോ ആണ്, വെള്ളത്തിലാണ്, ഭൂമിയിൽ തന്നെ കടലിലാണ്. ഇനി അതല്ല, അദ്ദേഹം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം അദ്ദേഹത്തിന് ഖിബില ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമമായ എങ്ങോട്ട് അവനക്ക് തിരിയേണ്ടത്? ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അപ്പോഴാണ് നമ്മൾ ഖിബിലയുടെ പ്രാധാന്യം മനസ്സിലാകുന്നത്. അല്ലാഹു തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു നാടിനെ, ബലദിനെ സത്യം ചെയ്യുമ്പോൾ ആ ബലത് ചില്ലറാകാൻ പാടില്ല. എത്രയോ നാടുകളുണ്ട് അല്ലെ, അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ എത്രയോ നാടുകളുണ്ട്. ആ നാടുകളിൽ ഒരു നാടിനെ അള്ളാഹു കുറിച്ച് ഖുർആനിൽ സത്യം ചെയ്യണമെങ്കിൽ ആ നാടിൽ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായി. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ മക്ക എന്നുള്ള നാട്. അതിലാണ് ഖിബില വരുന്നത്. ആ ഖിബിലയിലേക്ക് ലോകത്തിന്റെ ഏത് ദിശയിൽ നിന്ന് ആളുകൾ തിരിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് മനുഷ്യന്റെ ഖിബിലയായി വരുന്നത്. അവിടേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ ഖിബില ക്ലിയർ ആകാത്ത നിസ്കാരങ്ങളൊക്കെ മടക്കണല്ലോ. നമ്മൾ ഖിബില ക്ലിയർ ആകല്ല പറഞ്ഞപ്പോ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിസ്കാരം ഒഴിവാക്കാനുള്ള വകുപ്പില്ല, നിസ്കരിക്കണം. പക്ഷെ ഫ്ലൈറ്റ് ഏതോ ചില ഖിബിലിന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്കായിരിക്കും സഞ്ചരിക്കുന്നത്. എന്നാലും ആ ദിശ ഓപ്പോസിറ്റ് ആയാലും അവിടെ ഇരുന്ന് നിസ്കാരം വക്തിനെ പരിഗണിച്ച് നിസ്കരിക്കണം. പിന്നീട് ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം മടക്കി നിസ്കരിക്കണം. അങ്ങനെയാണ്. പക്ഷേ അല്ലാത്ത പക്ഷം ഒരു മനുഷ്യൻ ഇപ്പൊ കപ്പലിലോടുകയാണെങ്കിൽ കപ്പലിൽ പള്ളിയുണ്ട്, കപ്പലിൽ ചെറിയ പള്ളി ഉണ്ടാവും. ആ പള്ളിയിൽ നിസ്കരിക്കാനുള്ള സൗകര്യം. അതുപോലെ ഖിബില ഓരോ വക്തിന്റെ സമയത്തും ഖിബില മാറുണ്ടാവും. ഓരോ വക്തിന്റെ സമയത്തും ചിലപ്പോ ളുഹറിന് നിസ്കരിക്കാൻ പോയ ഇപ്പൊ ഖിബില അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ ആ വശത്തേക്കാവില്ല, ചിലപ്പോ മഗ്‌രിബിന് നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ആ വശത്തേക്കാവില്ല. ദീപ് അല്ലേ, അങ്ങനല്ലേ? ഇത് കപ്പലില് പള്ളി കയറലുണ്ടോ? കപ്പലില് പള്ളിയുണ്ട്. കപ്പലില് പള്ളിയുണ്ട്, പള്ളി കയറിയല്ല ഖിബില കാണുള്ളൂ. അപ്പൊ അവിടെ നമ്മള് ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റും. അപ്പൊ ഓരോ അസറും കൂടെ ഒറ്റ പോക്കിൽ ജമ്മാക്കി നിസ്കരിക്കാം. ആ പോണ പോക്കിൽ ചിലപ്പോ ഖിബില ഒരു വശത്തേക്കായിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെ മഗ്‌രിബ് ഇശാ നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഖിബില നേരെ പുറത്തേക്കായിരിക്കും. പക്ഷെ കപ്പല് ദിശ മാറിയിട്ടുണ്ടാവും. എന്നാൽ പെട്ടെന്ന് ഒരു നിസ്കാരം കഴിയുമ്പോഴേക്ക് കപ്പല് ദിശ മാറൂല. ഒരേ റൂട്ടിൽ പോവാണ്. അപ്പൊ നിസ്കാരം കഴിയുമ്പോഴേക്ക് കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദിശ മാറൂല. അതുകൊണ്ട് അവന് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരുന്നില്ല കപ്പലിൽ. അതുകൊണ്ട് തന്നെ കപ്പലിൽ പള്ളി സൗകര്യം കൊടുത്തത്. ഒരേ റൂട്ടിൽ സഞ്ചരിക്കാണ് ഖിബില. കപ്പൽ ഇങ്ങനെ പോകണമെങ്കിൽ ഖിബില ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നിസ്കരിച്ചാൽ മതി, ദിശ മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് ജിഹത്ത് മാറുന്നില്ല, ജിഹത്തെങ്കിലും കിട്ടണം. അപ്പൊ അതുകൊണ്ട് കപ്പലിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ എവിടെയാണെങ്കിലും, ഇതിപ്പോ കടലിലാണെങ്കിൽ പോലും ദിശ നോക്കി ആ ഖിബിലയിലേക്കാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും തിരിയുന്നത്. അതെന്തുകൊണ്ടാണ് ആ ഖിബിലയിലേക്ക് തിരിയുന്നത്? എന്തുകൊണ്ട്? ആ ബലത് കേന്ദ്ര ബിന്ദു കൂടെയാണ്. അത് അവസാനം നമ്മൾ പറയുന്നുണ്ട്. ലോകത്ത് ഭൂമിയിലെ കേന്ദ്ര ബിന്ദുവാണ് കഅബാലയം. അല്ലാഹു തആല കഅബാലയത്തെ വെച്ചിട്ടുള്ളത് ഒത്ത നടുവിൽ, അറ്റ സെൻട്രൽ. എന്റെ അമ്മായിയൊക്കെ പറയാറുണ്ട്, എന്തിനാണ് പഠിച്ചവൻ അവിടെ കൊണ്ടുവച്ച്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ കഅബ വെച്ചിരിക്കണം, ഇടക്കിടക്ക് ഹജ്ജിന് പോയിരുന്നു എന്ന് പറയും. അത്ര അറ്റത്ത് കൊണ്ടുവച്ച് എന്തിനാന്ന് പറയും. അവിടെയുള്ള ആൾക്കാർക്ക് നല്ല സുഖമാണ്. ഈ കേന്ദ്ര സെൻട്രലിലാണ് കൊണ്ടുവച്ചത്. നമ്മൾക്ക് ഓരോ വശത്തുനിന്ന് ആളുകൾക്ക് ഭൂമിയുടെ അത് ഇതിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാം. അപ്പൊ ഏതായാലും കഅബാലയം ഖിബില എന്നുള്ളത് മനുഷ്യരുടെ ഖിബില. ഈ ദുനിയാവില് ഏത് വശത്തു നിന്നാണെങ്കിലും ദുനിയാവിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഖിബിലയായിട്ടുള്ളത് ഈ ബലതാണ്, മക്ക എന്നുള്ള നാടാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആ നാടിനെ കുറിച്ച് സത്യം ചെയ്തത്. വേറെ ഏതെങ്കിലും നാടിനെ കുറിച്ച് ചെയ്ത് കഴിഞ്ഞാലേ അപ്പൊ ചിലപ്പോ പറയും, ബാക്കിയുള്ള ആളുകളൊക്കെ പറയും പഠിച്ചോൻ കേരളത്തിന്റെ ഭാഗത്താണെന്ന് പറയും. ഇവിടെ ഏതെങ്കിലും സത്യം ചെയ്ത മറ്റാളുകൾ പറയില്ലേ, കേരളത്തിന്റെ ആളാണ് പഠിച്ചോൻ. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ മാത്രം പറഞ്ഞാലോ, ഇല്ല, എല്ലാവർക്കും ഖിബിലായ ഒരു കേന്ദ്രമാണ്. അവിടെ സത്യം ചെയ്ത് പറയാം, ആ നാടിന് പവിത്രതയുണ്ട്. രണ്ടാമതായി നോക്കൂ നിങ്ങൾ, വജഅല ഫീഹി മഖാമു ഇബ്രാഹിം.
മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഖാം ഇബ്രാഹിം ഉള്ളത് അവിടെയാണ്, ആ നാട്ടിലാണ്, ആ കഅബാലയത്തിന്റെ ചാരയാണ്. അതുകൊണ്ട് അവിടെ അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞു, വഹറമ ഫീഹി സയ്യിദു, അവിടെ വേട്ടയാടാൻ പാടില്ല, ഹുർമത്തുള്ള നാടാണ്. അതുകൊണ്ട് അല്ലാഹു ആ നാടിനെ കുറിച്ച് സത്യം ചെയ്തു. അതുപോലെ തന്നെ വജഅല ബൈത്തുൽ മഅമൂർ ബിഇസാഇഹി, അതിന്റെ നേരെ ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കഅബാലയത്തിന്റെ അതേ ഡയറക്ഷനിൽ നേരെ മുകളിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. അതിനെ മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ബൈത്തുൽ മഅമൂറിന്റെ നേരെ ഡയറക്ഷനുള്ള ഒരു സ്ഥലമാണ് കഅബാലയം. അതുകൊണ്ട് ആ നാടിനെ അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ താഴോട്ട് നോക്കിയാലും എല്ലാറ്റിന്റെയും കേന്ദ്രമാണ് കഅബാലയം നിൽക്കുന്ന സ്ഥലം എന്നുള്ളത്. ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള കുറെ അതിന്റെ ഗ്ലോബ് വെച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും കഅബാലയം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ ഒരു കേന്ദ്ര ബിന്ദുവാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ ബലദിനെ മക്ക എന്ന പ്രദേശത്തെ സത്യം ചെയ്ത് പറഞ്ഞത്. ഹറം എന്ന് പറഞ്ഞാൽ അതിന് വലിയ പവിത്രത ഉണ്ടല്ലോ. മസ്ജിദുൽ ഹറാം എന്നതുപോലെ തന്നെ മക്കയുടെ ബൗണ്ടറി, അത് ഓരോ കടക്കുന്ന സ്ഥലങ്ങളിലും കവാടങ്ങളുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും മുസ്ലിം അല്ലാത്തവന് പ്രവേശനമില്ല, മുസ്ലിം അല്ലാത്തവന് പ്രവേശനമില്ല ഹറമിലേക്ക്. അപ്പൊ ഹറമിന്റെ ബൗണ്ടറി കടക്കുമ്പോൾ അത് ഹറമാണ്, പിന്നെ അത് പരിശുദ്ധിയുടെ ഭൂമിയാണ്. അവിടെ അള്ളാഹു സാധാരണ സ്ഥലങ്ങളിൽ ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കൊടുത്ത സ്ഥലമാണ്. അവിടെ കൂടുതൽ സേഫ്റ്റിയാണ്, ജീവികൾക്ക് സ്വതന്ത്രരായി നടക്കാൻ പറ്റുന്നുണ്ട്, ആരും വേട്ടയാടൂല. അങ്ങനെ എല്ലാം കൊണ്ടും സ്വതന്ത്രമായ ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞ് മക്ക എന്ന നാടിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ലാ എന്ന് പറഞ്ഞാല് അറബിയിൽ എന്താണ്, ഇല്ല എന്നർത്ഥത്തിന് നഫീന്റെ മാനക്ക് ലാ എന്ന് പറയാറുണ്ട്, ഇല്ല എന്ന് ഉപയോഗിക്കാൻ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണല്ലോ അർത്ഥമുള്ളത്. ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞാൽ മതി. ലാ എന്തിനാ അവിടെ ചേർത്ത് കൊടുത്തതെന്നൊക്കെ പിന്നെ മുത്തലിമിയക്ക് വേണ്ടി പറയണം. ലാ സായിദായിട്ട് അള്ളാഹു ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ലാ എന്നുള്ളത് ഉറപ്പിച്ച് പറയും, സായിദയുമല്ല നഫീന്റെ ലായുമല്ല. എന്നാലോ ബൽഹിയലി തഅക്കീദിൽ ഖസം, സത്യം ചെയ്യുന്നതിന് ഒന്നും കൂടി ഉറപ്പിച്ച് ആണയിട്ട് പറയാൻ വേണ്ടിയാണ്, ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ലാ എന്നുള്ളത് കൊടുത്തത് എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്ക എന്ന നാടിനെ അല്ലാഹു സത്യം ചെയ്തിട്ട് പറയാണ്, നബി തങ്ങളോട് പറയാണ്, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നബിയേ അങ്ങീ നാട്ടിൽ ജീവിച്ച ആളാണ്, അങ്ങീ നാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ആളുകൂടെയാണ്. അതുകൊണ്ട് ഈ നാടിന്റെ പവിത്രതയെ അങ്ങക്കറിയാം. ആ നാടിനെ കുറിച്ചാണ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത്. എന്നിട്ട് രണ്ടാമതായി പറയുന്നു വവാലിദിൻ വമാ വലദ്. വവാലിദിൻ വമാ വലദ് എന്ന് പറഞ്ഞത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ സന്താന പരമ്പരയെയും കുറിച്ചാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. എന്തേ കാരണം? മനുഷ്യവർഗത്തെയാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ലിഅന്നഹും അജബ ഖൽഖുല്ലാഹ് അലാ വജ്ഹിൽ അർള്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരുപാട് സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ അള്ളാഹുവിന്റെ സൃഷ്ടി മനുഷ്യനാണ്. നല്ല അത്ഭുതകരമായ, അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ അവൻ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്ന അത്രയും അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒട്ടകം എന്നൊരു ജീവിയുടെ അത്ഭുതങ്ങളെ നമ്മൾ പറഞ്ഞു. എന്നാൽ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ അള്ളാഹിനെ മനസ്സിലാക്കാൻ അത് മതിയെന്നാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ നോക്കൂ നിങ്ങൾ, മനുഷ്യൻ അത്ഭുത ജീവിയാണ്. എന്താണ് അതിന് കാരണം? അവന്റെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് പറയുമ്പോൾ പ്രത്യേകമായ ഒരു ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിലെ സംസാരം അത് മനുഷ്യനാണുള്ളത്. മറ്റുള്ള ജീവികൾക്ക് അതില്ല. അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാനുള്ള ദഅവത്തിന്റെ ആളുകൾ എല്ലാവരെയും അല്ലാഹു തആല മനുഷ്യരിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അതിലപ്പുറം
അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും നാമത്തെ പഠിപ്പിച്ചു കൊടുത്ത് മലക്കുകളോടടക്കം അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ അത്ഭുതമാണ്. മനുഷ്യൻ ബഹുമാനിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു വലിയ ബഹുമതി നൽകിയ ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിലും അവസാനം അള്ളാഹു പറയാണ്, ഈ ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയാണ്, വവാലിദിൻ വമാ വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. എന്നാൽ മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചത് വളരെയധികം വിഷമങ്ങൾ സഹിക്കാൻ പാകപ്പെടുത്തിയ ഒരാളായിട്ടാണ്. വിഷമങ്ങളെ ഏറ്റുവാങ്ങേണ്ട ഒരാളായിട്ടാണ് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എപ്പോഴും എല്ലാം സുഖമായിരിക്കും വിചാരിച്ചിട്ട് ദുനിയാവിലേക്ക് ആരും വരണ്ട. അല്ലാഹു തആല പറയാണ്, മനുഷ്യന് പ്രയാസമുണ്ട്. നോക്കൂ നിങ്ങൾ, എന്താണ് ദുനിയാവിലെ പ്രയാസങ്ങളെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിൽ ജീവിക്കുന്നത് തൊട്ട് ഗർഭപാത്രത്തിൽ ഇരുട്ട്, അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് പിന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് ഗർഭം ചുമന്ന് ആ കുഞ്ഞിന് 9 മാസം 10 ദിവസം ഗർഭം ചുമന്ന് ആ പെണ്ണ് ആ കുഞ്ഞിനെ പ്രസവിച്ചു തീരുമ്പോഴേക്ക് ഒരുവിധമൊക്കെ അദാബാവും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് ദുനിയാവിലെ വലിയൊരു പരീക്ഷണാണ്. രണ്ടാമത് ആ പ്രസവം കഴിഞ്ഞാലോ, പ്രസവം കഴിഞ്ഞ് ഗർഭം ധരിച്ച പോലെ ഈ പ്രസവം അതിലും വലിയ വേദനയാണ്. അത് കഴിഞ്ഞ് ആ കുഞ്ഞിനെ പോറ്റി വളർത്താൻ സാധാരണ മൃഗങ്ങളെ പോലെയല്ല. ആ കുഞ്ഞിനെ പാല് കൊടുക്കണം, മുലയൂട്ടണം, അതിനെ വളർത്തിക്കൊണ്ടുവരാൻ പ്രയാസങ്ങളുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അത് ശാരീരികമായ ചില ഘട്ടങ്ങളാണ്. ആ മനുഷ്യന്റെ പല്ല് വരുന്ന സമയം പല്ലുമായി ബന്ധപ്പെട്ട് ഖിതാന്, അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യണം. അതുപോലെ തന്നെ മനുഷ്യന് ഇൽമ് പഠിക്കണം, പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിന്റെ പ്രായമെത്തുന്ന സമയത്ത് വിവാഹം കഴിക്കണം, ആ മക്കളെ പോറ്റണം, അവരെ പരിപാലിക്കണം, അവർക്ക് മഈശത്തിന് വേണ്ടി ജോലിക്ക് പോകണം, വീട് നിർമ്മിക്കണം. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ മഹാന്മാർ എണ്ണി പറയുന്നുണ്ട്. ഒരു മനുഷ്യനും സുഖത്തോടെ നല്ല പരിപൂർണമായ റാഹത്തോടെ ജീവിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണ്. ദുനിയാവിന്ന് പ്രശ്നങ്ങൾ തീരൂല, ദുനിയാവിലെ പ്രശ്നങ്ങൾ തീരൂല. കാരണം ദുനിയാവ് പ്രശ്നങ്ങളുടെ ലോകമാണ്. പ്രശ്നങ്ങളുള്ള ലോകത്ത് വന്നിട്ട് പ്രശ്നം തീരണം എന്ന് പറഞ്ഞാൽ അത് തീരൂല. എന്നാ ദുനിയാവിലെ പ്രശ്നം എല്ലാം കൂടെ തീരാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചാലോ അതിലപ്പുറമാണ് ഇവന് അപ്പുറത്ത് തുടങ്ങാൻ പോകുന്നത് അല്ലെ? ഈ അടുത്തിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തു കണ്ടു. നഅൂദുബില്ല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഓരോ മാനസിക അവസ്ഥകളാണ് മനുഷ്യന്റെ. കടത്തിൽ കുടുങ്ങി പോകുമ്പോ ഒരു സെക്കൻഡിന്റെ മാറ്റാണ് ഇതൊക്കെ. അവന്റെ ഒരു മനുഷ്യന്റെ മൈൻഡിൽ ചെറിയ ഒരു വട്ടം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച മനുഷ്യൻ എങ്ങനെയും രക്ഷപ്പെട്ട പിന്നെ രണ്ടാമതും ആത്മഹത്യക്ക് ശ്രമിക്കൂലെന്നാ. കാരണം അതിന്റെ വേദനയും അതിന്റെ വെപ്രാളവും അതിന്റെ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ രണ്ടാമതും അതിന് ശ്രമിക്കൂലെന്നാ. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ മൈൻഡാണത്. അപ്പോ നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് മാറിയാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നൊന്നുമില്ല. ഇവിടെ കടത്തിൽ കുടുങ്ങി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടായി അതിന്റെ പേരിൽ ആത്മഹത്യ ഒരാൾ ചെയ്യും. ഇസ്ലാമിൽ ആത്മഹത്യ ഏറ്റവും വലിയ കുറ്റാണത്. ആത്മഹത്യ ഒരിക്കൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്താൽ തന്നെ നിങ്ങൾ ആലോചിച്ചു, അദ്ദേഹം എന്തിനാണ് ഒരാൾ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ഇവിടെയുള്ള പ്രയാസങ്ങൾ അകന്നു പോവാനാ. ഇവിടെയുള്ള പ്രയാസങ്ങൾ അകന്നു പോവുകയല്ല ചെയ്യുന്നത്. അവനെ കൊണ്ട് അവന്റെ കുടുംബം പിന്നെ പ്രയാസപ്പെടുന്നു. അവന്റെ പ്രയാസം അവിടെ നിൽക്കട്ടെ, അതേതായാലും ഉണ്ട്. അവനെ കൊണ്ട് അവന്റെ കുടുംബം പ്രയാസപ്പെടണം. കാരണം ഇവൻ കടം കൊടുക്കാനുള്ള കടക്കാര് പിന്നെ വരുന്നത് അവന്റെ ഭാര്യയുടെയും മക്കളുടെ അടുക്കലേക്കാണ്. അവന്റെ ഉമ്മാന്റെ അടുക്കലും അവന്റെ വാപ്പാന്റെ അടുക്കലാണ് ഈ ആത്മഹത്യ ചെയ്ത മനുഷ്യന്റെ കടക്കാരായ ആളുകൾ പിന്നെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവന്റെ കുടുംബം ഒരിക്കലും അതിൽ മോചിതരാകുന്നില്ല, ആരും മോചിതരാകുന്നില്ല. എന്നാലോ ആ കുടുംബത്തിന് ഈ മനുഷ്യൻ നഷ്ടപ്പെടുന്നു എന്നതുപോലെ ഈ മനുഷ്യൻ അതിലും വലിയ അദാബിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാഹു തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഹിഫ്ള് നൽകുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് അല്ലാഹു പറയാണ്, ഈ ദുനിയാവിൽ
ജീവിക്കുക എന്നുള്ളത് പരീക്ഷണത്തിന്റെ ലോകമാണല്ലോ. ഇനി ഇവിടെ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാലോ? ജീവിതത്തിനിടയിൽ തന്നെ വേറെ എത്ര പരീക്ഷണങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ. നമ്മുടെ ശാരീരികമായ രോഗങ്ങൾ അല്ലെ, ഒരു മനുഷ്യനായി ജീവിക്കുമ്പോഴുള്ള ഘട്ടങ്ങളെയാണ് നേരത്തെ പറഞ്ഞത്. ഒരു ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞ് ജനിച്ച് വലുതായി മുട്ടുകുത്തി നല്ലപോലെ നടക്കുമ്പോഴേക്കിനും എത്ര വട്ടം വീഴും അല്ലെ? നല്ലപോലെ നടത്തം പഠിക്കുമ്പോഴേ തന്നെ വീണ് ഒരു ഭാഗത്താകും. ഇനി നടത്തം പഠിച്ച് എല്ലാം വലുതായി ഒരു കുഞ്ഞ് വലുതായി വന്ന് പിന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് വന്ന് അങ്ങനെ മക്കളായി പേരമക്കളായി അങ്ങനെ ഓരോ ഘട്ടങ്ങളും അവന് പ്രയാസങ്ങളുണ്ട് അല്ലെ? മക്കളായുമ്പോ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓരോന്നിനും ടെൻഷനാണ്. ടെൻഷൻ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നാണ് വരുന്നത്. എന്നാൽ അതിന് പുറമെ രോഗം കൂടെ വന്നാലോ? അതാണ് ശാരീരികമായ ആഫിയത്ത്. ആ രോഗങ്ങൾ വരുന്നു മനുഷ്യന്. ചില ആളുകൾക്ക് പനി, ചില ആളുകൾക്ക് സ്ഥിരമായ രോഗങ്ങൾ വരുന്നു, നിത്യരോഗങ്ങൾ വരുന്നു അല്ലെ? അവയവങ്ങളിൽ വേദന വരുന്നു. ഇങ്ങനെ പ്രയാസങ്ങൾ മനുഷ്യൻ നേരിടുകയാണ്. ചില ആളുകൾ വൽമാൽ, സാമ്പത്തികമായ പ്രയാസം നേരിടുകയാണ്. സാമ്പത്തികമായി കടത്തിൽ കുടുങ്ങിയവരും അതുപോലെ ജോലിയൊക്കെ ഉണ്ടെങ്കിലും ഉള്ളത് വെച്ച് ജീവിക്കാൻ പോലും കൂലിയില്ലാതെ ശമ്പളം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. വൽ അഹിൽ എന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർ വീട്ടിലുള്ള പെണ്ണുപിള്ളനെ കൊണ്ട് മക്കളെ കൊണ്ട് ഇടങ്ങാറാണ് അല്ലെ? ജോലിയും ശമ്പളവും ആഫിയത്തും ഒക്കെ ഉണ്ടെങ്കിലും വീട്ടിലുള്ള ഒന്നുണ്ടല്ലോ, അത് വിലങ്ങ് നിന്ന് കഴിഞ്ഞാൽ എല്ലാ സമാധാനവും പോകും. എല്ലാ സമാധാനം. ദാമ്പത്യ ജീവിതത്തിലെ അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിൽ 3 കാരണങ്ങളുണ്ട്. 3 കാരണം. ഒന്ന് അൽ മർഅത്തു സ്വാലിഹ. ഒന്നാമത്തെ അൽ മർഅത്തു സ്വാലിഹ. അവന് നല്ലൊരു ഭാര്യ, സ്വാലിഹായ ഭാര്യ വേണം. എന്നാൽ അവന്റെ ജീവിതത്തിൽ അവന് വിജയം വരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മർഅത്തു സ്വാലിഹ ഒന്നാമതായി തങ്ങൾ എണ്ണിയത്. ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. ബിസിനസ് വളരെ പുരോഗമിച്ചിട്ട് എന്ത് കാര്യം? മക്കളൊക്കെ നല്ല പഠിച്ച് മാർക്ക് വാങ്ങും. എന്താ കാര്യം? അത് സന്തോഷിക്കാൻ വീട്ടിൽ വരുമ്പോൾ സന്തോഷിക്കാനാകില്ല. ഈ ഭാര്യ മോശക്കാരെത്തിയാണെങ്കിൽ, ഭാര്യയുടെ സ്വഭാവം വിലങ്ങായാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹ. പെണ്ണ് നന്നാകണം. നിന്റെ ഭാര്യ നന്നായാൽ പുരുഷനെ അടക്കം നന്നാക്കാൻ പറ്റും. ഭാര്യ നന്നായാൽ ആണിനെ നന്നാക്കാൻ പറ്റും. കാരണം പെണ്ണൊരുമ്പിട്ടാൽ എന്ന് പറഞ്ഞിട്ടില്ലേ? ഭാര്യ നല്ല ഈമാനുള്ള പെണ്ണാണെങ്കിൽ മോശക്കാരനായ ഭർത്താവിനെ വരെ നന്നാക്കി എടുക്കാൻ പറ്റും. അതേ സമയത്ത് ഭാര്യ മോശക്കാരെത്തിയാണെങ്കിലോ, ഭാര്യ ഇപ്പൊ വലിയ തെറ്റ് ചെയ്തോളൊന്നുമില്ല. അതായത് ഭാര്യ വേറുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്ര വലിയ ഹറാമായ കാര്യങ്ങളോ ഒന്നും ചെയ്തോളന്നില്ല. സ്വഭാവത്തിൽ ചെറിയൊരു ചെരിവുണ്ടായാൽ മതി, സംസാരത്തിൽ ചെറിയൊരു പോരായ്മ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള ബഹുമാനത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ സമാധാനമൊക്കെ പോവും വീട്ടിൽ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത് നിന്റെ വിജയം ഭാര്യയാണ്. ഭാര്യ സ്വാലിഹായ പെണ്ണ് വേണം. രണ്ടാമതായി നിനക്ക് നല്ല വീട് വേണം, റാഹത്തുള്ളൊരു വീട് വേണം. മൂന്നാമതായി നല്ല വാഹനം വേണം. ഇത് 3ഉം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം വിജയിച്ചു എന്നാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ തകരാറുണ്ടാവും അല്ലെ? ഇതൊന്നുമില്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തകരാറുണ്ടാവും. എന്തായാലും ഇബ്തിലാ ഉണ്ടാവും. ഇവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, ആരാണ് ഞാൻ എല്ലാം കൊണ്ടും എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറ്റിയ മനുഷ്യരാരാളെ? നമ്മൾ വിചാരിക്കും, അവന്റെ വീട് കണ്ടില്ലേ, 6000-7000 സ്ക്വയർ ഫീറ്റുള്ള വലിയ വീടാണ്, വലിയ വാഹനം, ഡ്രൈവർ, വേലക്കാരികൾ എല്ലാം വീട്ടിലുണ്ട്. എനിക്കറിയാം, എന്നോട് തന്നെ ഈ എറണാകുളം ജില്ലയിലുള്ള ഒരാളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരുപാട് സ്റ്റാഫുകളുള്ള മനുഷ്യൻ, വലിയ വീടാണ്, ഒരുപാട് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുള്ള മനുഷ്യൻ, വാഹനങ്ങൾ എമ്പാടുമുള്ള മനുഷ്യൻ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള മനുഷ്യൻ. ഒരു മനുഷ്യൻ അദ്ദേഹം വേറെ ഒരു പെണ്ണുമായുള്ള അവിഹിത ബന്ധത്തിലേക്ക് പോവുകയാണ്. കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യയുടെ പോരായ്മകളുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ എത്തിക്കുമ്പോൾ ആ മനുഷ്യന് ഈ പണം കൊണ്ട് അദ്ദേഹം എന്തു നേടി? സൗകര്യങ്ങളെ കൊണ്ട്, അദ്ദേഹത്തിന്റെ പടുത്തിയുയർത്തിയിട്ടുള്ള ബിസിനസ് കൊണ്ട് ആ മനുഷ്യൻ എന്താണ് നേടിയത്?
അദ്ദേഹത്തിന് നേടേണ്ടിയിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹ. ഈ ഒന്ന് നല്ലതുപോലെ വീട്ടിലുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ടെൻഷൻ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് തെറ്റായ വഴിയിലേക്ക് പോകണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെല്ലാം അള്ള കൊടുക്കൂല. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നമ്മളെ പുറം കാഴ്ചയിൽ അദ്ദേഹം വലിയ സൗകര്യത്തിലാണല്ലോ, സുഖത്തിലാണല്ലോ എന്ന് തോന്നും. ഇതൊക്കെ ഈ വിഷയം ഈ പരാമർശിക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബലദ്. ഈ സൂറത്ത് മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല മേഖലകളെയും ടച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് ആഫിയത്തുണ്ട്, ഒരാൾക്ക് സമ്പത്തുണ്ട്, പക്ഷെ അഹ്ലുകാര് മോശമായാൽ, ഇനിയിപ്പോ ഭാര്യയെ നല്ലതാണ്, ഭാര്യയും നല്ലതാണെന്ന് കൂട്ടിക്കോ, എന്നാ പിന്നെ മക്കള് നന്നായി കിട്ടുക, മോനെ കൊണ്ടൊരു ചീത്തപ്പേരുണ്ടാകുക എന്നുള്ളത് എത്ര ഉമ്മമാരാണ്, എത്ര ഉപ്പമാരാണ് കരഞ്ഞു വിളിച്ച് സങ്കടം പറയുന്നത്. മകൻ ഗെയിമിന് അഡിക്റ്റായി പോയിട്ട് സ്കൂളിലേക്ക് പോകുന്നില്ല. ഒരു ഉമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചാണ്, സ്കൂളിലേക്ക് മകൻ പോകുന്നില്ല. 10 ദിവസമായി SSLC പഠിക്കുന്ന ഒരു മകന് സ്കൂളിലേക്ക് പോകുന്നില്ല. കാരണം അന്വേഷിക്കുമ്പോൾ അവന് ഗെയിം കളിക്കണം, കൂട്ടുകാരുമായിട്ട് ലിങ്കായി ഓൺലൈനിൽ ഗെയിം കളിക്കുകയാണ്. ആ ഗെയിം കളിക്കണം, അതിന് നെറ്റ് കയറ്റണം, അതിന്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഫോണ് മേടിച്ചു കൊടുക്കണം. സ്കൂളിൽ പോയെന്ന് പറയുമ്പോൾ, നിർബന്ധിക്കുമ്പോൾ, എന്നെ വല്ലാതെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തു, ഞാൻ മരിച്ചു. ഇതാ ലാസ്റ്റ് ഡയലോഗ്. ഇത് പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് ഉമ്മ വിളിക്കുന്നത്. വേറൊരു ഉമ്മ വിളിക്കുകയാണ്, മകനെ കൊണ്ട് എന്നെ തല്ലിയാണ്. ഉമ്മ പറയാണ്, എന്നെ മകൻ അടിക്കാണ്, അവനോട് നല്ലത് ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്നെ തല്ലാണ്. അവസാനം ഞാൻ പോലീസിനെ വിളിക്കേണ്ടി വന്നു. ഉമ്മ എന്നോട് കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ ഒരു ഉമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, അവസാനം ഞാൻ പോലീസിനെ വിളിക്കേണ്ടി വന്നു. പോലീസ് വന്നു. 18 വയസ്സാകാത്തോണ്ട് പോലീസിന് തൊടാൻ പറ്റൂല. 18 വയസ്സ് തികയട്ടെന്ന് പറഞ്ഞ് പോലീസ് പോയി. എന്താണ് അവസ്ഥ? അപ്പൊ അതാ പറഞ്ഞത്, മനുഷ്യനെ അള്ളാഹു പരീക്ഷണത്തിന്റെ ലോകം. ചിലപ്പോ ചില ആളുകളെ അള്ളാഹു രോഗം കൊണ്ടായിരിക്കും പരീക്ഷിക്കുക, ചില ആളുകളെ അള്ളാഹു ദാരിദ്ര്യം കൊണ്ടായിരിക്കും പരീക്ഷിക്കുക, ചില ആളുകൾക്ക് അള്ളാഹ് സമ്പത്ത് കൊടുത്തിട്ടായിരിക്കും പരീക്ഷിക്കുക. ഞാൻ എനിക്കൊന്ന് പണം തന്നോക്കട്ടെ, നീ എവിടം വരെ പോകും എന്ന് കാണണല്ലോ, എന്താണ് ഈ പണം കൊണ്ട് ചെയ്യുന്നതെന്ന് കാണണല്ലോ. അതുകൊണ്ട് അള്ളാഹു പണം വാരിക്കോരി കൊടുക്കും, എന്നിട്ടാണ് അള്ളാഹ് പരീക്ഷിക്കുക. ചില ആളുകൾ അള്ളാഹ് ഭാര്യമാരെ കൊണ്ട് പരീക്ഷിക്കും, ചില ഭാര്യമാരല്ല ഭർത്താക്കന്മാരെ കൊണ്ട് പരീക്ഷിക്കും, ചിലരെ മക്കളെ കൊണ്ടല്ല പരീക്ഷിക്കും. ഇങ്ങനെ പല രീതിയിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല, ഇത് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ട് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മൾ എന്തെങ്കിലും വിഷമം വന്നതിന് സങ്കടം ഉണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ അസ്ല് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയാണ്, ഈ ലോകത്ത് നിങ്ങളെ പരീക്ഷിക്കാനും നിങ്ങളിട്ട് പൂട്ടാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെ പറയാം, അങ്ങനത്തെ ഒരു വർത്താനത്തിൽ നമ്മൾ പറയാം, നിങ്ങളിട്ട് പൂട്ടാൻ വേണ്ടിയാണ്, നിങ്ങൾ ആരാണ് ജയിക്കുക നോക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങോട്ട് എറിഞ്ഞത്. ഈ ഭൂമിയിലേക്ക് ഇട്ട് തന്നത് നിങ്ങളിട്ട് പൂട്ടാനാണ്, നിങ്ങൾ എവിടം വരെ ഓടുമെന്നറിയാനാണ്. ഈ ഒരൊറ്റ സെന്റൻസ് മനസ്സിലാക്കിയാല് നമുക്ക് പിന്നെ എന്തിനാ ടെൻഷൻ? പഠിച്ചോനെ, എന്റെ ഭാര്യനെ കൊണ്ടിരിക്ക് പ്രയാസമുണ്ട്, എന്നാ പിന്നെ ഇതിവിടെ ലോകം അങ്ങനെയാണല്ലോ, ഞാൻ ക്ഷമിച്ചു ജീവിക്കണം. എനിക്ക് ദാരിദ്ര്യമുണ്ട്, എന്നാ പിന്നെ ലോകം ഇതതിനാണല്ലോ, അള്ളാഹ് എന്നെ പരീക്ഷിക്കുക, ദാരിദ്ര്യം കൊണ്ടായിരിക്കും. ദുആ ചെയ്യണം, ഇതൊന്നും ഉണ്ടാകരുത് എന്ന് ദുആ ചെയ്യണം. ഒരാള് സമ്പത്ത്, അല്ലാഹു എന്റെ കയ്യിൽ ഒരുപാട് സമ്പത്ത് തന്നു, അപ്പോഴും എനിക്ക് പേടി വേണം, പഠിച്ചവനെ ഞാൻ ഈ സമ്പത്ത്, അല്ലെ? സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്ത് പോണ ആരാന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ് അത്രേ ഏറ്റവും അവസാനം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്ത് പോണേ. എന്തേ നബി അത് കാരണം ചോദിച്ചപ്പോ കാരണം എന്താ പറഞ്ഞെന്നറിയോ? പഠിച്ചവനെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വലിയ ആചാര്യരായിരുന്നു, ഭയങ്കര പണക്കാരനായിരുന്നു. ഓരോ സംഖ്യയുടെ, ഓരോ രൂപയുടെയും ഹിസാബ് പറഞ്ഞു തീരുമ്പോഴേക്ക് ടൈം എടുക്കും. അതുകൊണ്ട് ആ ടൈം എടുക്കുന്നതുകൊണ്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് സ്വർഗത്ത് പോണത് ആരാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. അതുകൊണ്ട് ആജ്യരായി പണക്കാരനായതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടുന്നില്ല. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ ആദ്യം പോണ്ടിരുന്നത്. ഓരോ രൂപക്കും അവര് 1 രൂപ പോലും അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിച്ചിട്ടില്ല, അല്ലെ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെയുള്ള പണക്കാരാണ്. മയ്യത്ത് മുൻപിൽ കൊണ്ടുവന്നിച്ചിട്ട് കടക്കാരനാണ്, ഞാൻ നിസ്കരിക്കൂല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ, നബിയെ പണം എത്രണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ ആളാരാ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. കട എത്രണ്ട് ഞാൻ വെട്ടിക്കോളാം, തങ്ങൾ നിസ്കരിക്കെന്ന് പറഞ്ഞത്
ആരാണ്? അബ്ദുറഹ്മാൻ. ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ കുറിച്ച് പറഞ്ഞ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഓരോ രൂപക്കും ഹിസാബ് പറഞ്ഞ് ടൈം എടുക്കുന്നത് കൊണ്ട് അവസാനം സ്വർഗത്തിൽ പോണത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളാണ് എന്ന്. അപ്പൊ പണക്കാരൻ ഇവിടെ സമാധാനിക്കാൻ വകുപ്പുള്ളത് അല്ലേ? അതുകൊണ്ടല്ലേ നബി തങ്ങൾ ദുആ ചെയ്ത് അല്ലാഹുമ്മ ഹീനി മിസ്കീനൻ വഅംതിനി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പടച്ചവനെ എന്നെ ഉള്ളത് കൊണ്ട് നല്ലതുപോലെ ജീവിക്കാൻ അന്നന്ന് ജീവിക്കാനുള്ള സമ്പത്ത് വേണം, ജീവിച്ചു പോണം. അപ്പൊ അത് മിസ്കീമാരെ കൂട്ടത്തിലാണ്. ജോലിയുണ്ടോ? ജോലിയുണ്ട്. വരുമാനമുണ്ടോ? വരുമാനമുണ്ട്. അന്നത്തെ പട്ടിണിയാണ്? പട്ടിണിയൊന്നുമല്ല, എനിക്ക് അന്നങ്ങനെ കഴിഞ്ഞു പോകാനുള്ള പണമുണ്ട്. എന്നാൽ എവിടെയും മുട്ടിയിട്ടില്ല, കുടുങ്ങിയിട്ടില്ല, പ്രയാസപ്പെട്ടില്ല, കാര്യങ്ങൾ ആ സമയത്ത് അങ്ങനെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ടീമിൽ എന്നെ ഉൾപ്പെടുത്തണം. അവരോട് ആ ഒരു മിസ്കിനായിട്ട് എന്നെ മരിപ്പിക്കണം. തങ്ങൾ വഫാത്താക്കുന്ന സമയത്ത് പടയെങ്കിൽ പണയത്തിലാണ് അല്ലേ? ലോകത്തിന്റെ ഒരു നേതാവ് വഫാത്താകുന്ന സമയത്ത് കയ്യിലെന്താണ് സമ്പാദ്യമുള്ളത്? ആരും അനന്തര സ്വത്തിന് തല്ലുകൂടാനില്ല അല്ലേ? ആരുടെ പേരിൽ ഇന്ന് ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഭരണാധികാരിയോ ഒക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടി തല്ലാണ്, അധികാരത്തിന് വേണ്ടി പോരാട്ടങ്ങളാണ്. അങ്ങനെ ഒരു പോരാട്ടങ്ങളോ ഒരു പ്രശ്നങ്ങളോ സാമ്പത്തികമായ ഒരു തർക്കങ്ങൾക്കോ ഒന്നും വകുപ്പില്ല. ലോകത്തിന്റെ നേതാവ് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഇവിടുന്ന് മരണപ്പെട്ടു പോയതും അങ്ങനത്തെ വകുപ്പിൽ പെട്ടു. എന്നാൽ നാളെ ഇനി നിന്റെ ഹിസാബിന്റെ ലോകത്തേക്ക് ആഖിറത്തിൽ എന്നെ കൊണ്ടുവരുമ്പോൾ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ആരുടെ കൂട്ടത്തിലാ ഞാൻ വേണ്ടത്? പഠിച്ചവനെ, വലിയ VVIPയുടെ കൂട്ടത്തിലല്ല, വലിയ പണക്കാരന്റെ കൂട്ടത്തിലല്ല. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പാവപ്പെട്ട മിസ്കീന്മാരുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ തന്നെ എന്നെ ഒരുമിച്ച് കൂട്ടിത്തരണേ എന്ന് ദുആ ചെയ്തതാരാണ്? ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണത്? ഇത് പരീക്ഷണത്തിന്റെ ലോകാണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരോട് ഒന്നിച്ചിരിക്കുമ്പോഴാണ് പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ അറിയാൻ പറ്റുള്ളൂ. മുതലാളിയുടെ കൂടെ മാത്രമായാൽ പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ അറിയാൻ പറ്റൂല. പാവപ്പെട്ടവന്റെ വിഷമങ്ങൾ എന്തോ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതവന്റെ ഡ്രസ്സോ അല്ലെങ്കിൽ അവന്റെ നടത്തോ ഒന്നും നോക്കിയിട്ടല്ല ഒരാൾ പണക്കാരനാണോ മറ്റൊന്നും അറിയാൻ പറ്റുന്നത്. അദ്ദേഹത്തോട് അടുത്താലാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വിഷമങ്ങൾ നമുക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഈ ലോകത്തുള്ള പരീക്ഷണങ്ങളിൽ ചിലപ്പോൾ സ്വന്തം അഹലുകാരിൽ നിന്ന് പരീക്ഷണം ഉണ്ടാകും, വൽ ഔലാദ് അല്ലെങ്കിൽ സ്വന്തം മക്കളിൽ നിന്ന് പരീക്ഷണം ഉണ്ടാകും, വൽ അഖ്തരിബാ ചിലപ്പോൾ നമ്മുടെ അടുത്ത കുടുംബക്കാരിൽ നിന്ന് നമുക്ക് പരീക്ഷണം ഉണ്ടാവും. ഒക്കെ റാഹത്താണ്, നല്ല ജോലിയുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ അനുജത്തി പെണ്ണ് വന്നാണ്ടല്ലോ വീട്ടില് കച്ചറയാണ്, അല്ലെങ്കിൽ നമ്മള് ജ്യേഷ്ഠൻ വന്നാലുണ്ടല്ലോ, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മോൻ വന്നാണ്ടല്ലോ, അല്ലെങ്കിൽ അമ്മായി വന്നാണ്ടല്ലോ, പിന്നെ വീട്ടിൽ അടി പിടിയാണ്. കെട്ടിച്ചു വിട്ട മകള് മരുമോള്, ഇവിടെ മകന്റെ ഭാര്യയുണ്ട്, ഇവിടെ നമ്മൾ കെട്ടിച്ചയച്ച മോളുണ്ട്. നാത്തൂന് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാൽ പിന്നെ മകന്റെ മകൾക്ക് ഭാര്യയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. വന്നാൽ ഇവിടെ യുദ്ധാണ്. അഖ്തരിബാഇനെ കൊണ്ട് പരീക്ഷണം ഉണ്ടാകും. എല്ലാം റാഹത്താണ്, പക്ഷെ ഈ രണ്ടെണ്ണം ഒരുമിച്ച് കൂടിയുണ്ടല്ലോ വീട്ടില് പൊട്ടിത്തെറിയാണ്. അഖ്തരിബാഇനെ കൊണ്ടുള്ള പരീക്ഷണം ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടാകാം. എന്നാൽ അതും കഴിഞ്ഞ് ചില ആളുകൾക്കോ വൽ അസ്തിഖാ, കൂട്ടുകാർ ഒരുപാട് ഉണ്ടാകും. അപ്പൊ കൂട്ടുകാരെ കൊണ്ട് പരീക്ഷണങ്ങൾ നേരിടും. ചിലപ്പോ കൂട്ടുകാരൻ പറയും, എടാ 1,00,000 ഉറുപ്പിക തരുമോ, ഞാൻ ഇന്ന് വൈകുന്നേരം കൊണ്ടുവന്നേരാന്ന് പറയും. 1,00,000 രൂപ തരും, ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രി ഒരാൾ തരാണ്ട് കിട്ടിയിട്ട് അപ്പം കൊണ്ടുവന്നേരാന്ന് പറയും. എന്നിട്ടോ അവൻ ആ പോക്ക് പോയതേക്കും, പിന്നെ അവൻ ആ വഴിക്ക് കാണില്ല. കൂട്ടുകാരനെ കൊണ്ടുള്ള ഒരു പരീക്ഷണം. ഇവനാണെങ്കിലോ ഈ 1,00,000 കിട്ടാനായിട്ട് ആകെ ഇടങ്ങാറായി, പിന്നെ അവൻ അതിനു വേണ്ടി കടം വാങ്ങി, അതിനു വേണ്ടി കടം വാങ്ങി, ഇങ്ങനെ ഇവൻ ഇടങ്ങാറായി. ഇതാണ് കൂട്ടുകാരനെ കൊണ്ട് പരീക്ഷണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, കൂട്ടുകാരനെ കൊണ്ട് പരീക്ഷണം. ഇങ്ങനെ വിശ്വാസത്തിന്റെ പേരിൽ കൊടുത്തതാകും. ഇങ്ങനെ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ഈ ലോകത്ത് എന്ന് മഹാന്മാര് വിശദീകരിക്കാണ്. തീർന്നിട്ടില്ല. വേദനകളെ കൊണ്ട്, ചില ആളുകൾക്ക് പല്ലുവേദനയാണ്, ചില ആളുകൾക്ക് തലവേദനയാണ്, ചില ആളുകൾക്ക് കാലുവേദനയാണ്, വിട്ടുമാറാത്ത നടുവേദനയാണ്. ഇങ്ങനെ എന്തെല്ലോ വേദനകൾ എല്ലാം ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളാണ്. പിന്നെ ടെൻഷൻ, ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണിപ്പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് മനുഷ്യന് പ്രായമാകുക എന്നുള്ളതൊരു വിഷമം തന്നെയാണ് അല്ലെ? ഒരാള് പ്രായമായി ജോലിയൊന്നുമില്ല. ചില ആളുകൾ പറയും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയും. എത്രയാ പ്രായമുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മരിച്ചു കിട്ടിയാൽ. കാരണം പ്രായമായിട്ട് വീട്ടിലിരിക്കണം. വീട്ടിലിരുന്നാൽ എത്രയാ മനുഷ്യരിക്കുക? അത് പ്രായമായി വീട്ടിൽ ഇരിപ്പായ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അതിന്റെ പ്രയാസം അറിയുള്ളൂ.
ഒരാൾ വീട്ടിലിരിപ്പായി കഴിഞ്ഞ് നമ്മളിപ്പോ ഇങ്ങനെ ഓടിയൊക്കെ നടക്കണോണ്ട്, അല്ലെങ്കിൽ പ്രായയാൾ തന്നെ ഇപ്പൊ ഇവിടെ പള്ളിയിലൊക്കെ വരുന്ന ആളുകളാകുമ്പോൾ എന്താ കടകളിലും കൂട്ടുകാരെടുത്ത് അവിടെ ഇവിടെയൊക്കെ പോയി ഒരു 1-2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് പോകുമ്പോ ഇതിന്റെ ഒരു പ്രയാസങ്ങളൊന്നും അറിയില്ല. നേരെ മറിച്ച് വീട്ടിലൊരാളെ കടപ്പായാലോ, അതുകൊണ്ടാണ് പറയണേ, സ്ത്രീകളെടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കാൻ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ, 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം കാണണം എന്ന് പറയാനുള്ള കാരണം നമ്മൾ പുറത്ത് അങ്ങാടിയിൽ എല്ലാവരോടും സംസാരിച്ച് അവിടെ ഇവിടെയൊക്കെ സംസാരിച്ച് മിണ്ടി പറഞ്ഞൊക്കെ വരും. നമ്മളെ ടെൻഷനുകളും നമ്മളെ മൈൻഡുകളൊക്കെ പല ടൈമിലായി മാറി മാറി പോയിട്ടുണ്ടാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരിക്കുന്ന ആ ഭാര്യയ്ക്ക് വേറെ എവിടെയും കൂടുതൽ പോയിട്ടുണ്ടാവില്ല. അവരെ മൈൻഡ് ആ വീടിന്റെ ഉള്ളിലും ആ കോമ്പൗണ്ടിലുമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരോട് സംസാരിക്കാനും മനസ്സ് തുറന്നു വെക്കാനും ഒരു സമയം കണ്ടിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും പൊട്ടിത്തെറി ഉണ്ടാവും. ആ വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടാവും. നാട്ടിലില്ലാത്തവരാണെങ്കിൽ ഫോൺ ചെയ്യണം, അവരോട് സംസാരിക്കണം, അല്ലെങ്കിൽ പരീക്ഷണത്തിന്റെ വഴികൾ ഒരുങ്ങും. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രായമായ മനുഷ്യൻ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, രോഗിയായി, നടക്കാൻ വയ്യ അയാൾ, അല്ലെങ്കിൽ കട്ടിലിൽ കിടപ്പായി, ഒരേ കിടപ്പായ മനുഷ്യൻ ഒരേ കിടപ്പായി ഇങ്ങനെ രോഗിയായി മരുന്ന് ഇങ്ങനെ കുടിക്കുന്നു, ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ മലവും മൂത്രമൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നു. ആ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, ഉസ്താദേ ഒന്ന് മരിക്കാൻ വേണ്ടി ദ്വേർക്കണം. കാരണം എന്താ അറിയോ, പ്രായമായാലും അവിടെയും മനുഷ്യനൊരു പരീക്ഷണമാണ്. പക്ഷെ ആ പരീക്ഷണത്തിന് വേറൊരു പ്രതിഫലം ഉണ്ട് കേട്ടോ. ഒരാൾ മരണത്തിന്റെ സമയത്ത് രോഗിയായി കിടന്ന് ആ രോഗത്തിന്റെ വേദനകളെ കടിച്ചമർത്തിയിട്ട് അദ്ദേഹം ക്ഷമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ജീവിതകാലത്തെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഉസ്താദ് പഠിക്കണ കാലത്ത് ഒരു പാടെടുക്കാം, അന്ന് ഈ ക്യാൻസർ സംഭവം അങ്ങനെ വരുന്നുള്ളൂ. ക്യാൻസറിന്റെ രോഗം നിർത്തണം, അവസാനിപ്പിക്കുക. ക്യാൻസറിന്റെ രോഗം വരുന്നേ ഉള്ളൂ. അന്ന് വരെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പടർന്ന് വരുന്നേ ഉള്ളൂ. അന്ന് ഭയങ്കര പേടിയാണ്, കേൾക്കുമ്പോ തന്നെ പേരെന്നെ പറയില്ല, മറ്റേ അസുഖം എന്നാ പറയാ. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ പറയുള്ളൂ, മറ്റേ അസുഖം എന്നാ പറയാം. ആൾക്ക് പറയാൻ തന്നെ പേടിയാണ്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും അത് പറഞ്ഞ് പേടി മാറിപ്പോയി. അപ്പൊ രോഗിക്ക് തന്നെ പറയാൻ പേടി മാറിപ്പോയി, എനിക്ക് ക്യാൻസർ ആണെന്ന് രോഗി തന്നെ ഇപ്പൊ പറയും. കാരണം അത്ര പേടിയില്ലാതായി പോയി അത്. അപ്പൊ അങ്ങനെ അന്ന് ഉസ്താദ് പറഞ്ഞ സംഭവം, ഉസ്താദ് വലിയ തഖ്വയുള്ള ആളെ അന്നൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. പല ഉസ്താദ് 10 ഉസ്താദ്മാരുണ്ടാവും, കൂട്ടത്തിലൊരു ഉസ്താദ് ഭയങ്കര തഖ്വയുള്ള വലിയ ഒരു മഹാനാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞേ, എടാ മരിക്കുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടായി മരിക്കണം. ഈ ഹദീസ് പറഞ്ഞപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്, മരിക്കുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടായി മരിക്കണം. അപ്പൊ എന്താ ഉസ്താദ് അങ്ങനെ പറഞ്ഞു വെച്ചപ്പോ ഉസ്താദ് പറഞ്ഞതാണ്, മരിക്കാൻ തയ്യാറായി മരിക്കാലോ. നമ്മള് ഇസ്തിഗ്ഫാർ അല്ല, പാപങ്ങൾ വെറുക്കുക, അള്ളാഹിനോട് തോന്നും. കാരണം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ മരുന്ന് മാറലൊന്നുമില്ല, അങ്ങ് മരിക്കാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മരിക്കാൻ തയ്യാറായി, അത് അവരുടെ ഒരു ഈമാനിന്റെ തഖ്വയുടെ ഉൾക്കൊണ്ട് പറയണതാണ്. അപ്പൊ അങ്ങനെ മനുഷ്യര് അവസാന രോഗത്തിന്റെ സമയത്ത് രോഗിയായി കിടന്നു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ പിന്നെ മരിച്ചു കഴിഞ്ഞാലും ഖബർ പരീക്ഷണാണ്, ഖബറിലെ അദാബ്, ഖബറിലെ ഫിത്ന, ഇങ്ങനെ ആഖിറത്തിലെ ഹിസാബ്, ഹിസാബ് നടക്കണേ തന്നെ എത്ര വർഷം നിൽക്കണം, ഹിസാബ് നടക്കണേ തന്നെ മഹ്ശറിൽ എത്ര വർഷം നിൽക്കണം. ഒരു മനുഷ്യനില്ല മെയിൻ ചെയ്യാൻ, ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കാനില്ല. നമ്മളൊരു പഞ്ചായത്ത് ഓഫീസ് ചെന്നിട്ട്, ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കാൻ ചെന്നിട്ട് ഒരു മനുഷ്യൻ നമ്മളെ പരിചയമല്ല, അവിടെയുള്ള കൗണ്ടറിൽ ഇരിക്കുന്ന മനുഷ്യന്മാരൊന്നും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോരും. നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കയ്യിലുള്ള പേപ്പറുകളിട്ട് എറിഞ്ഞു പോരും അല്ലേ? അതുകൊണ്ട് പോകുമ്പോ തന്നെ പഞ്ചായത്ത് ഓഫീസിലേക്കോ ബ്ലോക്കിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ പോകുമ്പോ തന്നെ വല്ല പിടിപാടുള്ള മനുഷ്യന്മാരാദ്യം വിളിച്ചിട്ടാ പോവാ, നമ്മളെ കാര്യമേ നടത്താൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ തന്നെ നമ്മൾ അത്ര ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ആഖിറത്തിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കൂല, ഒരു കൗണ്ടറൊന്നും ആരും തിരിഞ്ഞോക്കൂല, ഒരു കൗണ്ടറൊന്നും ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കൂല. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ആർക്കും പിടിപാടില്ല. അവിടെ എല്ലാവരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, മൂസാ നബി ആരും ചെല്ലുമ്പൊക്കെ എല്ലാരും ഇന്ന് ഇവിടെ അല്ല, ഇവിടെ കൗണ്ടർ അടച്ചു, ഇവിടെ അല്ല, ഇവിടെ കൗണ്ടർ അടച്ചു, ഇന്ന് ഇവിടെ അല്ല. എല്ലാവരും കൈമലർത്താണ്. അവസാനം സ്വീകരിക്കുന്ന ഒരു നേതാവ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് തങ്ങളുടെ പ്രാധാന്യവും തങ്ങളുടെ വലിപ്പവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അല്ലാഹു ആ ശഫാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ അങ്ങനെ പരീക്ഷണത്തിന്റെ ഘട്ടം, സ്വർഗം വരെ ചുരുക്കി പറഞ്ഞാൽ സ്വർഗം വരെ, സ്വർഗത്തിലെ സിറാത്ത് പാലങ്ങ് കടന്ന് സ്വർഗത്തിൽ അങ്ങോട്ട് കാൽ കുത്തിയാലാണ് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാനുള്ള ഒരു വകുപ്പ്.
സ്വർഗത്തിലേക്ക് അങ്ങ് കാലുകുത്തിയാൽ അല്ലാതെ അതുവരെ മനുഷ്യൻ ഇബ്തിലാഅാണ്, പരീക്ഷണം തന്നെയാണ്. അതാണ് അല്ലാഹു തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഈ മക്ക എന്ന പരിശുദ്ധമായ ദേശത്തെയും പിന്നെ മനുഷ്യന്റെ പരമ്പരയെയും സത്യം ചെയ്ത് പിന്നീട് പറഞ്ഞത്, മനുഷ്യ നിന്നെ പ്രയാസത്തിന്റെ ലോകത്തേക്ക്, പരീക്ഷണത്തിലേക്കാണ് നിന്നെ അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇനി ചില കാര്യങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയണം. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. വിശുദ്ധ ഖുർആനിന്